പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലും മെൻസ് ലേഡർ മത്സരങ്ങളിലേക്കുള്ള ക്വാളിഫൈ മത്സരങ്ങൾ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കൂടാതെ നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ന്യൂ ഡേ, ക്രീഡ് ബ്രദേഴ്സ്, വാർ റൈഡേഴ്സ് തുടങ്ങിയ ടീമിനെതിരെ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ റൂസേവ് വേഴ്സസ് അഗീറ ടൊസാവ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം അടുത്ത റോ എപ്പിസോഡിലേക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ്, മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവന്റിലെ വിമൻസ് ലേഡർ മത്സരങ്ങളിലേക്കുള്ള 2 ക്വാളിഫൈ മത്സരങ്ങൾ നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചു. ആദ്യ ക്വാളിഫൈ മത്സരത്തിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് ബെക്കി ലഞ്ച്, റോക്സിനി പെരസ്, നട്ടാലിയ. ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമായിരുന്നു. മത്സരത്തിൽ ബെക്കി ലഞ്ച് വലിയൊരു മൊമെന്റം ഉണ്ടാക്കി വിജയിക്കാൻ പോകുന്ന സമയത്താണ് വിമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ലയറ വാൽക്കീരിയ തിരികെ വന്നുകൊണ്ട് ബെക്കി ലഞ്ചിന്റെ കാല് പിടിച്ച് പിറകിലേക്ക് വലിക്കുന്നതും തുടർന്ന് ആ താരങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് ഉണ്ടാകുന്നതും. ഈ അവസരം മുതലെടുത്തുകൊണ്ട് നട്ടാലിയെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് റോക്സിനി പെരസ് വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ വിമൻസ് ലേഡർ മത്സരത്തിലേക്കുള്ള രണ്ടാമത്തെ റെസ്ലറായിട്ട് റോക്സിനി പെരസ് ക്വാളിഫൈ നേടിയെടുക്കാൻ സാധിച്ചു. റോക്സിനി പെരസ് ഇനി മുതൽ റോ ബ്രാൻഡിൻ്റെ റോസ്റ്റർ ഭാഗം ആയിരിക്കുമെന്നുള്ളതും ഇന്നത്തെ റോ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുൻപ് WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. രണ്ടാമതായി നമുക്ക് കാണാൻ സാധിച്ച ഒരു ലേഡർ മത്സരങ്ങളിലേക്കുള്ള ക്വാളിഫൈ മത്സരത്തിൽ ഏറ്റുമുട്ടിയത് റിയ റിപ്ലി, സോയി സ്റ്റാർക്ക്, റിട്ടേൺ ചെയ്തു വന്ന കൈറി സൈൻ. ഈ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമായിരുന്നു. അപ്പോൾ ആ മത്സരത്തിൽ കൈറി സൈനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റിയ റിപ്ലി വിജയിച്ച് മൂന്നാമത്തെ റെസ്ലറായിക്കൊണ്ട് വിമൻസിൻ്റെ ലേഡർ മത്സരത്തിലേക്ക് ക്വാളിഫൈ നേടിയിട്ടുണ്ട്. അപ്പോൾ സ്മാക്ഡൗണിൽ നിന്ന് വന്ന അലക്സ ബ്ലിസ് അടക്കം 3 പേര് ഇപ്പോൾ ക്വാളിഫൈ നേടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 3 സ്പോട്ടിന് വേണ്ടി സ്മാക്ഡൗണിലും റോയിലുമായിട്ടും ഇനി വരുന്ന ആഴ്ചകളിൽ ക്വാളിഫിക്കേഷൻ മത്സരങ്ങൾ നടക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിന് ഇടയിൽ സംഭവിച്ച വലിയ അപകടത്തെ സംബന്ധിച്ചാണ്. രണ്ടാമതായി നടന്ന വുമൻസിൻ്റെ ലേഡർ മത്സരത്തിലെ ക്വാളിഫൈ മത്സരത്തിന് ഇടയിൽ ഒരു ഹൈ ഫ്ലൈങ് മൂവ് ചെയ്യുന്ന സമയത്ത് സോയി സ്റ്റാർക്കിൻ്റെ കാല് ഒടിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. കൈരി സൈനിനെതിരെ ഒരു ഹൈ ഫ്ലൈങ് മിസൈൽ ഡ്രോപ്പ് കിക്ക് ചെയ്യുന്ന സമയത്താണ് സോയി സ്റ്റാർക്കിൻ്റെ കാല് ഒടിയുന്നത്. തുടർന്ന് ആ താരത്തെ പെട്ടെന്ന് തന്നെ ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. പിന്നീട് മത്സരത്തിൽ പങ്കെടുക്കാൻ സോയി സ്റ്റാർക്കിന് സാധിച്ചിരുന്നില്ല. കമൻറ്റേറ്ററായ മൈക്കിൾ കോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോയി സ്റ്റാർക്കിന് ഇഞ്ചുറി പറ്റിയ ഒരു വാർത്ത. കാല് ഒടിഞ്ഞിട്ടുണ്ട്. എന്തായാലും കുറച്ച് മാസങ്ങളൊക്കെ മാറി നിന്നാൽ മാത്രമേ താരത്തിന് ഇനി തിരികെ വരാൻ സാധിക്കുകയുള്ളൂ. റോ എപ്പിസോഡ് അവസാനിച്ചതിന് ശേഷം റിയ റിപ്ലി സോയി സ്റ്റാർക്കിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി. താരം പറയുന്നത് പ്രോ റെസ്ലിംഗ് ഡേഞ്ചറസ് ആണ്, അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് സോയി സ്റ്റാർക്കിന് സംഭവിച്ച ഇഞ്ചുറി. താരം പെട്ടെന്ന് തിരികെ വരട്ടെ എന്നുള്ള രീതിയിൽ താരം പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും സോയി സ്റ്റാർക്കിൻ്റെ ഇഞ്ചുറി പെട്ടെന്ന് മാറുമെന്നുള്ളൊരു പ്രതീക്ഷയിലുള്ള ഒരു അപ്ഡേറ്റുകളാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. നാലാമത്തെ അപ്ഡേറ്റ്, ജഡ്ജ്മെൻറ്റ് ടീമിലേക്ക് പുതിയ മെമ്പർ വരുന്നതിൻ്റെ സാധ്യതകൾ അവർ ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ തുറന്നിട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ചില ഇൻഡയറക്റ്റ് സെഗ്മെൻറ്റുകളിലൂടെ ഫിൻ ബെലറും റോക്സിനി പെരസും സംസാരിക്കുന്നതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ അപ്ഡേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ റോക്സിനി പെരസിനെ തന്നെയാണ് ജഡ്ജ്മെൻറ്റ് ഡേയിലെ പുതിയൊരു മെമ്പറായിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ഫിൻ ബെലർ ഈ റോക്സിനി പെരസിനെ മറ്റ് ടീം അംഗങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ലിവ് മോർഗൻ, റെഗൽ റോഡ്രിഗസ് തുടങ്ങിയവർക്ക് എന്ത് സഹായം വേണമെങ്കിലും റോക്സിനി പെരസിനോട് ചോദിക്കാം. റോക്സിനി പെരസ് അതിന് തയ്യാറാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ കാർലിറ്റോ അതുപോലെ തന്നെ ഡൊമിനിക് മെസ്റ്റിരിയോ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് അവരെ തൻ്റെ വശത്താക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് റോക്സിനി പെരസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു മനസ്സിലേക്ക് റോക്സിനി പെരസിന് കയറി ചെല്ലാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ റെഗൽ റോഡ്രിഗസിന് JD മക്ഡോണ അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ലിവ് മോർഗൻ ഇവർക്ക് ചിലപ്പോൾ റോക്സിനി പെരസുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും റോക്സിനി പെരസിനെ ഫിൻ ബെലർ ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഡൊമിനിക് മെസ്റ്റിരിയോ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ അവസാനിപ്പിച്ചു എന്നുണ്ടെങ്കിലും ലിവ് മോർഗൻ തിരികെ വന്നാൽ ഡൊമിനിക്കിൻ്റെ സ്വഭാവം നേരെ ഉൾട്ടയടിക്കും. അങ്ങനെയാണെങ്കിൽ വലിയൊരു സ്റ്റോറി ലൈനാണ് ഇനി ജഡ്ജ്മെൻറ്റ് ഡേയിലെ ഈ ഒരു സെഗ്മെൻറ്റ് കൊണ്ട് അവർ ഉന്നം വെച്ചിട്ടുള്ളത്. എന്തായാലും പുതിയ മെമ്പറായിക്കൊണ്ട് റോക്സിനി പെരസ് കയറുന്നതും ജഡ്ജ്മെൻറ്റ് ഡേ ടീം സ്പ്ലിറ്റ് ആകുന്നതും ഉടനെ അവർ സ്റ്റോറി ആയിട്ട് കാണിച്ചേക്കാം. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്, റോ എപ്പിസോഡിലെ മെയിൻ ഇവൻറ്റിലെ മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിച്ചതിന് ശേഷം നടന്ന ഒരു ഗംഭീര ഫൈറ്റിൽ ഒരു ടീമിനും ആധിപത്യം കൊടുക്കാതെ അവസാനിപ്പിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. സെത്തിൻ്റെ ടീമായാലും പങ്കിൻ്റെ ടീമായാലും ഇരുവരും ആ ഒരു ടീം ഫൈറ്റ് ചെയ്തുകൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന ഒരു മൊമെൻറ്റ് മാത്രമാണ് നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തത്. അതിന് കാരണങ്ങൾ മറ്റൊന്നുമല്ല, ഈ 2 ടീമിൽ ഏതെങ്കിലും ഒരു ടീമിന് ആധിപത്യം കൊടുത്താൽ ആ ടീം പരാജയപ്പെടും എന്നുള്ളത് കാണികൾക്ക് മുൻപേ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് സാറ്റർഡേ നൈറ്റ് മെയിൻ
മെയിൻ ഇവൻറ്റിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് മുൻകൂട്ടി കാണികൾക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു എൻഡിങ് അവർ റോ എപ്പിസോഡിന് കൊടുത്തിട്ടുള്ളത്. അതായത് ആ സെഗ്മെൻറ്റിൽ ഇവരുടെ പാർട്ടി ഇങ്ങനെ കാണിക്കാൻ കാരണം ഇതുകൊണ്ടാണ്. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിൽ പങ്കിൻ്റെ ടീമാണ് വിജയിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സെത്തിൻ്റെ ടീമാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അവർ റോ എപ്പിസോഡിൽ നൽകിയിട്ടില്ല. രണ്ട് ടീമിനും ഒരേപോലെ പ്രാധാന്യം കൊടുത്തിട്ട് ഒരു ഫൈറ്റ് നടത്തിയിട്ട് അവർ ഇങ്ങനെ സ്ക്രീനിൽ നിന്ന് തന്നെ പോകുന്ന രീതിയിലുള്ള ഒരു മൊമെൻറ്റ് കാണിച്ചിട്ടാണ് ആ ഒരു സെഗ്മെൻറ്റ് അവസാനിച്ചത്. അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.